എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വികാനന്ദൻ, തൃശ്ശൂർ. ഇന്ന് നമ്മുടെ ചോറ്റുപാത്രത്തിൽ ഇത് അമ്പലച്ചോറാണ് കേട്ടോ. അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന ചോറ് കണ്ടിട്ടില്ലേ, ആ വെള്ള നിവേദ്യമാണ് ഇന്ന് ഞാൻ കഴിക്കുന്നത്. പിന്നെ നമ്മുടെ കടുമാങ്ങ അച്ചാർ, പിന്നെ നല്ല ഓലൻ, കുമ്പളങ്ങ ഓലൻ, പിന്നെ നമ്മുടെ ചാർക്കറി നമുക്ക് വേണമല്ലോ. ചാർക്കറി ഇല്ലാണ്ട് ഈ ചോറ് ഉണ്ണാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ചാർക്കറി നമ്മുടെ ഉള്ളി സാമ്പാർ കുറച്ച് അധികം വേണം. ഈ ചോറ് ഉണ്ണണമെങ്കിൽ നമുക്ക് ചാറ് നന്നായിട്ട് വേണം, എന്നാലേ പറ്റുള്ളൂ. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചോറ്റുപാത്രം. വരൂ, നമുക്ക് കഴിക്കാം. അപ്പോൾ നമുക്ക് കഴിച്ചാലോ. ഞാൻ ഇന്ന് അമ്പലത്തിൽ നിന്ന് വന്നുള്ളൂ കേട്ടോ. ഇന്ന് 2 നേരം പൂജ അമ്പലത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാവിലെ പോയി ഇതേ വന്നു, ഭക്ഷണം റെഡിയാക്കി. നമുക്കാരും സഹായമില്ലല്ലോ മക്കളെ. വീട്ടിൽ ഒരു പാത്രം കഴുകണേ ഞാൻ തന്നെ ചെയ്യണ്ടേ. നമ്മുടെ അമ്മയുടെ കാര്യം അറിയാലോ. അവിടുന്ന് നമുക്ക് വാഹനമില്ലല്ലോ. അത് കാരണം കുമ്പളങ്ങ പോലെ, അത് കാരണം നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് നടക്കണം, അവിടുന്ന് ഇങ്ങോട്ട് നടക്കണം. അപ്പോൾ ഓട്ടോറിക്ഷയ്ക്കാണെങ്കിൽ അങ്ങോട്ട് ഇങ്ങോട്ട് 100 രൂപ പോവും. അപ്പോൾ നടക്കുന്നത് എന്തായാലും നല്ലതാണല്ലോ. അപ്പോൾ രാവിലെ ആണെങ്കിൽ ഇവിടെ 4 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് വെച്ച് ഇറങ്ങും. അവിടെ 9:30-ക്ക് നട അടയ്ക്കും. പിന്നെ അവിടെ നിന്ന് നടന്ന് ഇവിടെ എത്തുമ്പോൾ ഒരു 10-10:30. ഞാൻ ഈ അമ്പലച്ചോറ് ഉണ്ണുമ്പോൾ തൈരാണ് കൂട്ടാറ്. പക്ഷേ എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ, തൈര് എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ തൊണ്ടയ്ക്ക് വല്ലാത്ത വേദന. 2-3 ഒരാഴ്ച പറയി തുടങ്ങിയിട്ട്. അതിൻ്റെ ഉള്ളിൽ ഞാൻ മോര് ഒഴിച്ചിട്ട് അന്ന് ചോറുണ്ടില്ലേ, അപ്പോൾ കൂടി എനിക്ക് തോന്നുന്നു മോരിൻ്റെയാണെന്ന്. അത് കാരണം ഞാൻ മോര് ഇതിലേക്ക് എടുത്തില്ല. ഓരോരുത്തർക്കും ഓരോ ഇതിലെ അലർജി ഉണ്ടല്ലോ. അതൊന്നുമില്ല, അതാണ് അങ്ങനെയൊക്കെ തോന്നുന്നു. ആകെ തൊണ്ടവേദന വരിക, മുന്തിരിങ്ങ തന്നെ വരാറുണ്ട്. കാരണം ഞാൻ മുന്തിരിങ്ങ പൂതി കൊണ്ട് വല്യപ്പോഴൊക്കെ ഇടയ്ക്ക് കഴിക്കുള്ളൂ.
ചോറ് കഴിച്ചിട്ടുള്ളവർക്ക് അതിനെക്കുറിച്ച് അറിയുള്ളൂ. കഴിച്ചാലും ചിലവർക്ക് ഇഷ്ടമല്ല. നമ്മുടെ അമ്മ തൊട്ടു നോക്കില്ല, ചോറ് കണ്ടപ്പോൾ ഓടും. അപ്പം എല്ലാവരും മനസ്സിലാക്കേണ്ടത് എന്താണ്? എല്ലാവരും സ്നേഹിക്കുന്നത് ആത്മാർത്ഥത്തോടു കൂടിയാവില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഓടിപ്പോയി ചതികളിൽ ചാടാതിരിക്കുക. മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നൊരു ചൊല്ലുണ്ട്. കൂടുതലും അങ്ങനെ അബദ്ധങ്ങളിൽ ചെന്ന് വിടുന്നവർ സത്യസന്ധമായിട്ടുള്ളവരാണ്. കാരണം അവർക്ക് കളങ്കമില്ല, അവർക്ക് ചതി വഞ്ചനയില്ല. അതുകൊണ്ട് മറ്റുള്ള ചതിയന്മാരെ മനസ്സിലാക്കാൻ നിഷ്കളങ്കരായവർക്ക് കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ളവരാണ് ഓരോരുത്തരെ വലയിൽ ചെന്ന് വീഴുന്നതും ചതി സംഭവിക്കുന്നതും വിഷമങ്ങളുണ്ടാകുന്നതൊക്കെ. അപ്പോൾ ഇത് കലിയുഗമാണ്. ഇവിടെ നമുക്ക് ജീവിച്ചു പോകണമെങ്കിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. മനസ്സിലായോ മക്കൾക്ക്? അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ഈ ചാനൽ കാണുന്നുവെങ്കിൽ മാത്രം ആ ബെല്ല് ബട്ടനും ചുവന്ന ബട്ടനും അമർത്തിയിട്ടില്ലെങ്കിൽ ഒന്ന് അമർത്തിക്കോളൂ. അപ്പോഴേ എൻ്റെ എല്ലാ വീഡിയോയും നിങ്ങളുടെ അരിയിലേക്ക് എത്തുള്ളൂ. പുതിയ വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും സുഖസന്തോഷമായിരിക്കും.